കുഞ്ഞുമക്കൾക്ക് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കേണ്ട ഒരു സപ്ലിമെന്റ് ആണ് അല്ലെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു മിക്ക ആളുകളും വൈറ്റമിൻ ഡി കൊടുക്കാറുണ്ട്. പക്ഷേ മിക്ക ആളുകൾക്കും വൈറ്റമിൻ ഡി എപ്പോൾ തൊട്ട് കൊടുത്തു തുടങ്ങണം, എത്ര വീതം കൊടുക്കണം, എത്ര നാൾ വരെ കൊടുക്കണം, ഇനി അതിൻ്റെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ സെയിം ഡോസ് തന്നെയാണോ കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ളത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡി എപ്പോൾ തൊട്ടാണ് കൊടുത്തു തുടങ്ങേണ്ടത്, എത്ര വീതമാണ് കൊടുക്കേണ്ടത്, എത്ര നാളേക്കാണ് കൊടുക്കേണ്ടത്, ഇനി കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടെന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ ഈ സെയിം ഡോസ് തന്നെയാണോ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ചില ആളുകൾക്ക് പൊതുവായിട്ടുള്ള ഒരു മിഥ്യാധാരണയാണ് ഡോക്ടറെ കുഞ്ഞ് മാസം കഴിഞ്ഞാണ് ജനിച്ചത്, കുഞ്ഞ് നല്ല പാല് കുടിച്ചിട്ടാണ് വളരുന്നത്, കുഞ്ഞിന് നല്ല ആരോഗ്യമുണ്ട്, പിന്നെ എന്തിനാണ് ഈ അനാവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി ഒക്കെ ഡ്രോപ്സ് ഒക്കെ അനാവശ്യമായിട്ടുള്ള ഓരോ സിറപ്പുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത് മിക്ക ആളുകളുടെ ഒരു സംശയമാണ്. ശരിക്കും അമ്മയുടെ മുലപ്പാലില് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് വൈറ്റമിൻ ഡി കൊടുക്കണമെന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, 1 ലിറ്റർ മുലപ്പാലില് 25 മുതൽ 50 ഇന്റർനാഷണൽ യൂണിറ്റ് വരെ മാത്രമേ വൈറ്റമിൻ ഡി ഉള്ളൂ. അത് 1 ലിറ്ററിൽ. പക്ഷേ ഒരു പിഞ്ചു കുഞ്ഞിന്, മാസം തികഞ്ഞ് ജനിച്ച ഒരു കുഞ്ഞിന് ഒരു ദിവസം വേണ്ടത് 400 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് വൈറ്റമിൻ ഡി. അപ്പൊ ആ വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കുഞ്ഞ് 1 ലിറ്റർ പാല് കുടിച്ചാൽ പോലും കുഞ്ഞിന് വേണ്ടത്ര വൈറ്റമിൻ ഡി കിട്ടത്തില്ല. അപ്പോൾ ആവശ്യത്തിന് ശരീരത്ത് വൈറ്റമിൻ ഡി ചെന്നില്ലെങ്കിൽ കുഞ്ഞിന് എന്ത് പറ്റും? കുഞ്ഞിന്റെ അസ്ഥികൾക്കൊന്നും ബലം ഉണ്ടാവില്ല, കുഞ്ഞിന്റെ പല്ലിന്റെ ഒന്നും വളർച്ച ശരിയാവത്തില്ല, കുഞ്ഞിന് പോകെ കുഞ്ഞിന്റെ വളർച്ച മുരടിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രോത്ത് റിട്ടാർഡേഷൻ, സ്കർവി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പീഡിയാട്രീഷ്യൻസ് എല്ലാവരും കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡി നിർബന്ധമായിട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. ഇനി കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ തൊട്ടാണ് വൈറ്റമിൻ ഡി കൊടുക്കേണ്ടത്? നോക്കൂ, നിങ്ങളുടെ കുഞ്ഞ് മാസം തികഞ്ഞാണ് ജനിക്കുന്നത്, അതായത് 37 ആഴ്ച കഴിഞ്ഞിട്ടാണ് കുഞ്ഞ് ജനിക്കുന്നത്. കുഞ്ഞിന് 2.5 കിലോ വെയിറ്റിൽ കൂടുതലുണ്ട്, അതായത് നല്ല വെയിറ്റ് കുഞ്ഞിനുണ്ട്. കുഞ്ഞിന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, കുഞ്ഞിന് NICയിലൊന്നും കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്തില്ല. അങ്ങനെയുള്ള ആരോഗ്യവാനായിട്ടുള്ള ഒരു കുഞ്ഞാണെങ്കിൽ കുഞ്ഞ് ജനിച്ച് 14 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വൈറ്റമിൻ ഡി കൊടുത്തു തുടങ്ങാം. അപ്പോൾ വൈറ്റമിൻ ഡി എത്ര വീതം കൊടുക്കണം? 400 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് ഒരു ദിവസം കൊടുക്കേണ്ടത്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന വൈറ്റമിൻ ഡിയുടെ ഡ്രോപ്സ് ഉണ്ടല്ലോ, 400 അല്ലെങ്കിൽ 800 ഇന്റർനാഷണൽ യൂണിറ്റിന്റെയാണ് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് അത് ഡോക്ടർ നോക്കിയിട്ട് 1 ml കൊടുക്കണോ അല്ലെങ്കിൽ 1/2 ml ആണോ കൊടുക്കേണ്ടതെന്നുള്ളത് ഡോക്ടർ നോക്കിയിട്ട് പറയും. അപ്പൊ ഞാൻ പറയുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡോസാണ് 400 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് കുഞ്ഞിന് ഒരു ദിവസം കൊടുക്കേണ്ടത്. അത് എത്ര നാൾ വരെ കൊടുക്കണം? ഡെയിലി കൊടുക്കണം. കുഞ്ഞിന് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലോകമെമ്പാടുമുള്ള നാഷണൽ പ്രോട്ടോകോൾ അനുസരിച്ച്, സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് പറയുന്നത് 1 വയസ്സ് വരെ കൊടുത്താൽ മതിയെന്നാണ്, അതായത് മാസം തികഞ്ഞ് ജനിച്ച കുഞ്ഞുങ്ങൾക്ക്. പക്ഷേ ഞാൻ പൊതുവെ കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സ് വരെ കൊടുക്കാനായിട്ട് റിക്കമെൻഡ് ചെയ്യാറുണ്ട്. കാരണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുഞ്ഞുങ്ങളിൽ ഇപ്പോൾ വളരെ കൂടുതലായിട്ട് കാണുന്നതാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ 1 വയസ്സ് വരെയെങ്കിലും കുഞ്ഞിന് 400 ഇന്റർനാഷണൽ യൂണിറ്റ് ഡെയിലി വെച്ചിട്ട് കൊടുക്കുക, 1 വയസ്സ് വരെ. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞത് മാസം തികഞ്ഞ് ജനിച്ച കുഞ്ഞുങ്ങളുടെ കാര്യം. ഇനി നിങ്ങളുടെ കുഞ്ഞ് ജനിക്കുന്നത് മാസം തികയാതെയാണെന്ന് വിചാരിക്കും, പ്രീടേം ബേബി ആണെന്ന് വിചാരിക്കും. അതായത് 37 ആഴ്ചയ്ക്ക് മുന്നെയാണ് കുഞ്ഞ് ജനിച്ചത്, കുഞ്ഞിന്റെ വെയിറ്റും കുറവാണ്, 2.5 കിലോയ്ക്ക് കുഞ്ഞിന്റെ വെയിറ്റ് കുറവാണ്, എന്നാൽ കുഞ്ഞിന്റെ വെയിറ്റ് 1.5 കിലോയ്ക്ക് കൂടുതലാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ സെയിം ഡോസാണ് കുഞ്ഞിന് കൊടുക്കേണ്ടത്. അതായത് 400 ഇന്റർനാഷണൽ യൂണിറ്റ് 14ാമത്തെ ദിവസം മുതൽ കൊടുത്തു തുടങ്ങാം, ഡെയിലി കൊടുക്കാം. പക്ഷേ നിർബന്ധമായിട്ടും അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സ് വരെ നിങ്ങൾ വൈറ്റമിൻ ഡി കൊടുക്കണം. മനസ്സിലായോ? ഇനി നിങ്ങളുടെ കുഞ്ഞ് മാസം തികഞ്ഞ് ജനിച്ച കുട്ടിയല്ല, 37 ആഴ്ചയ്ക്ക് മുന്നെയാണ് ജനിച്ചത്, കുഞ്ഞിന്റെ വെയിറ്റ് 1.5 കിലോയ്ക്കും കുറവായിരുന്നു, പിഞ്ച് വളരെ സ്മോൾ ബേബി ആയിരുന്നെന്ന് വിചാരിക്കും, എക്സ്ട്രീംലി ലോ ബർത്ത് വെയിറ്റ് ബേബി ആയിരുന്നെന്ന് വിചാരിക്കും, 1.5 കിലോയ്ക്ക് കുറവ് വെയിറ്റ് ഉള്ള കുഞ്ഞാണെന്ന് വിചാരിക്കും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് 400 ഇന്റർനാഷണൽ യൂണിറ്റ് പോരാ, 800 ഇന്റർനാഷണൽ യൂണിറ്റ് കൊടുക്കണം. അതായത് നിങ്ങൾ 400ന്റെ ബോട്ടിലാണ് മേടിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് 1 ml കൊടുത്താൽ പോരാ, 2 ml കൊടുക്കണമെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അപ്പൊ 800 ഇന്റർനാഷണൽ യൂണിറ്റ് കുഞ്ഞിന് ഡെയിലി കൊടുക്കണം. എത്ര നാൾ വരെ കൊടുക്കണം? 2 വയസ്സ് കുഞ്ഞിന് തികയുന്നത് വരെ നിർബന്ധമായിട്ടും കൊടുക്കണം. ഈ 2 വയസ്സെന്നുള്ള ഒരു പ്രായം നമ്മൾ പറയുന്നത്, കുഞ്ഞ് ഒന്ന് സൺലൈറ്റിൽ നിന്നാണ് വൈറ്റമിൻ ഡി കിട്ടുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ കുഞ്ഞൊന്ന് ഓടിക്കളിച്ച് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങാൻ പറ്റുന്ന ഒരു പ്രായം, വെയിലൊക്കെ ഒന്ന് കൊള്ളാൻ പറ്റുന്ന ഒരു പ്രായം, കുഞ്ഞിന്റെ അസ്ഥികൾക്ക് അത്യാവശ്യം ഒന്ന് ബലം വെക്കുന്ന വരെയുള്ള ഒരു പ്രായം, അതാണ് നമ്മൾ 2 വയസ്സെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡി കൊടുക്കുമ്പോൾ 2 വയസ്സ് വരെ നിങ്ങൾ നിർബന്ധമായിട്ടും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ വൈറ്റമിൻ ഡി കൊടുത്തെന്ന് വിചാരിക്കും,
ചില ആളുകൾ വൈറ്റമിൻ ഡി ഞാൻ ഈ പറഞ്ഞതുപോലെ കറക്റ്റ് ഡോസിൽ കൊടുക്കാറില്ല, കൃത്യമായിട്ട് ദിവസേന കൊടുക്കാറില്ല. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലൊക്കെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി വരാറുണ്ട്. ഇനി വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നിങ്ങൾ കുഞ്ഞിനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുചെന്നപ്പോഴേക്കും ഡോക്ടർ പറയുന്നു കുഞ്ഞിന് വൈറ്റമിൻ ഡി കുറവാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ മുന്നേ കൊടുത്തുകൊണ്ടിരുന്ന ഡോസിലല്ല വൈറ്റമിൻ ഡി കൊടുക്കേണ്ടത്. വൈറ്റമിൻ ഡിയുടെ ഡോസ് കൂട്ടി കൊടുക്കേണ്ടി വരും. അപ്പൊ അത് എത്ര വെച്ചിട്ടാണ് കൊടുക്കുക? കുഞ്ഞിന്റെ പ്രായം 1 വയസ്സിൽ കുറവാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം 2000 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് കുഞ്ഞിന് കൊടുക്കേണ്ടത്. ഇനി 1 വയസ്സോ അതിലധികമോ ആണ്, 1 വയസ്സിന് കൂടുതലാണ്, 12 മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് 3000 ഇന്റർനാഷണൽ യൂണിറ്റ് ആണ്, അതും ഒരു ദിവസം. ഇത് എത്ര നാൾ വരെ നിങ്ങൾ വൈറ്റമിൻ ഡിയുടെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും? 3 മാസം, അതായത് 12 ആഴ്ച എന്നുള്ളതാണ് അതിന്റെ കണക്ക്. ഇനി ചില മക്കളൊക്കെ ഉണ്ടല്ലോ, വൈറ്റമിൻ ഡി ഒന്നും എല്ലാ ദിവസവും എടുക്കാൻ കുഞ്ഞുങ്ങൾക്ക് മടിയായിരിക്കും. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ഡെഫിഷ്യൻസി ഉള്ളതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മൾ വൈറ്റമിൻ ഡി കൊടുക്കുകയും വേണം. അപ്പൊ അങ്ങനെയുള്ള മക്കൾക്കുള്ള ഒരു ആൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റ് ഉണ്ട്. അതായത് 1 വയസ്സിന് മേലെയുള്ള കുഞ്ഞുങ്ങളുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. 1 വയസ്സിന് മേലെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ഡി കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ 3000 ഇന്റർനാഷണൽ യൂണിറ്റ് ദിവസേന കൊടുക്കുക, 12 ആഴ്ചത്തേക്ക് കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ സാഷറ്റ് കിട്ടും, 60,000 ഇന്റർനാഷണൽ യൂണിറ്റിന്റെ സാഷറ്റ് കിട്ടും. അങ്ങനത്തെ സാഷറ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് 2 ആഴ്ചയിൽ ഒരു തവണ, ആഴ്ചയിലല്ല 2 ആഴ്ചയിൽ ഒരു തവണ കൊടുക്കുക. അത് ടോട്ടൽ നിങ്ങൾ 12 ആഴ്ച കംപ്ലീറ്റ് ആകുന്നത് വരെ കൊടുക്കുക. അതായത് 5 തവണ കുഞ്ഞിന് കൊടുക്കുക. ഈ 5 തവണ കൊടുത്താൽ മതിയാകും. അപ്പോൾ ടോട്ടൽ 5 ഡോസ് മാത്രം അത് എടുത്താൽ മതിയാകും. അപ്പോൾ ദിവസവും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ഡോസാണ് ഈ 60,000 ഇന്റർനാഷണൽ യൂണിറ്റിന്റെ സാഷറ്റ് 2 ആഴ്ച കൂടുമ്പോൾ എടുക്കുക, 5 തവണത്തേക്ക് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ രണ്ടില് ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി നിങ്ങൾ ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു തരും, നല്ല ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരും. നാട്ടിൽ ഒരുപാട് പലതരത്തിലുള്ള ബ്രാൻഡുണ്ട്, ഞാനൊരു ബ്രാൻഡ് ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോക്കറ്റ് മണി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ കൊടുക്കേണ്ട ഡോസ് ഈ ഡോസ് ആയിരിക്കണം. അതായത് ഇതിൽ കുറവാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് കാര്യമില്ല. ഇനി കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ ഡിയുടെ കുറവുള്ളപ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് 3 മാസം കംപ്ലീറ്റ് ആയിട്ട് എടുത്തെന്ന് വിചാരിക്കൂ. ഇങ്ങനെ 3 മാസം എടുത്തതിന് ശേഷവും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പഴയ പടി തന്നെയുള്ള മെയിൻ്റനൻസ് ഡോസ്, അതായത് ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നോ, 2 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ 400 ഇന്റർനാഷണൽ യൂണിറ്റ്, മാസം തികഞ്ഞ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ, അതല്ല 1.5 കിലോയിൽ താഴെ ഭാരമുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിലും 800 ഇന്റർനാഷണൽ യൂണിറ്റ്. അങ്ങനെയുള്ള ഒരു മെയിൻ്റനൻസ് ഡോസ് കൂടി നിങ്ങൾ ഈ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകണം. എനിക്കറിയാം ഞാൻ ഇതിൽ കുറേ ഡോസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് ഇച്ചിരി ബിഗ് ട്രിക്കിയാണ്, കുറച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് വിചാരിക്കുന്നു. എങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഇത് ഉപകാരം ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എനിവേ, എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. വൈറ്റമിൻ ഡി നിങ്ങൾക്ക് അങ്ങനെ വേണോ വേണ്ടേ എന്നൊന്നും വിചാരിച്ച് അങ്ങനെ ഒഴിവാക്കി കളയാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമല്ല. അത് കൊടുത്തില്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന് അറ്റ്ലീസ്റ്റ് 2 വയസ്സ് വരെയെങ്കിലും വൈറ്റമിൻ ഡി കൃത്യമായിട്ട് കൊടുക്കണം.